തിരുവനന്തപുരം ആറ്റുകാലിൽ 27-കാരിയായ ആരതി വാടക വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് അതുൽ ശ്രീകുമാറിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം എന്നീ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആരതിയുടെ ശരീരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ 13 മുറിപ്പാടുകൾ ഇൻക്വസ്റ്റ് നടപടികളിൽ പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരം ആറ്റുകാലിൽ 27-കാരിയായ ആരതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് അതുൽ ശ്രീകുമാറിനെ ഫോർട്ട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ 2 വകുപ്പുകളാണ് ആത്മഹത്യാ പ്രേരണ കുറ്റവും ഗാർഹിക പീഡന നിരോധന നിയമവും തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് അതുലിനെതിരെ ഫോർട്ട് പോലീസ് കേസിൽ ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് ഈ യുവതി ജീവനെടുക്കുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനം ശരീരത്തിലേറ്റുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്തും കഴുത്തിലും കാലിലുമായി 13 മുറിപ്പാടുകൾ ഉണ്ടായെന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പോലീസ് നൽകുന്ന സൂചന. അതോടൊപ്പം ഈ മർദ്ദനമേറ്റതിന്റെ ചില ചിത്രങ്ങൾ അമ്മയ്ക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട് യുവതിയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ചില ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുക ആരതിയുടെ ഡയറി കുറിപ്പുകളാകും. ആത്മഹത്യാക്കുറിപ്പിനൊപ്പം ഡയറി കുറിപ്പുകളിലും ഈ ഭർത്താവായിരുന്ന അതുൽ ശ്രീകുമാറിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ പീഡനം മാനസികമായും ശാരീരികമായും ഏറ്റുവാങ്ങുന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ ആരതി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അത് കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടക്കുകയാണ്. യുവതി ആരതിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അതുൽ മറ്റൊരു യുവതിയുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയബന്ധത്തിൽ അത് വിവാഹത്തിൽ നിന്ന് അതുൽ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായതോടെ ഈ യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.